A+2 സ്വാഗതം. പട്ടികജാതി വിഭാഗത്തിന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡ്. ലൈഫ് മിഷൻ പദ്ധതി കാലതാമസം വരുത്തുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിലാണ് ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. 20 വർഷത്തിലേറെ പഴക്കമുള്ള പട്ടികജാതി വിഭാഗത്തിൻ്റെ വീടുകൾക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടി 2.5 ലക്ഷം രൂപ വരെ അനുവദിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സേഫ് എന്ന പേരിലുള്ളതാണ് ഈ പദ്ധതി. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് സെക്യൂരിറ്റി എൻഹാൻസ്മെൻറ്റ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. സേഫ് എന്ന ചുരുക്കപ്പേരിൽ ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതി ആർക്കൊക്കെ ലഭിക്കും, അതിനുവേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എപ്പിസോഡ് പൂർണ്ണമായും കാണുക. അത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ അയൽക്കാർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഉപകാരപ്പെട്ടേക്കാം. ഇത്തരം എല്ലാ ധനസഹായ പദ്ധതികളെക്കുറിച്ചും ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡുകൾ ചെയ്യുന്നൊരു ചാനലാണ് A+2. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ഞങ്ങളുടെ അപേക്ഷ. ഈ പദ്ധതി പട്ടികജാതി വികസന വകുപ്പാണ് നടപ്പാക്കുന്നത്. ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വിധവകൾ കുടുംബനാഥയായിട്ടുള്ള കുടുംബങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. വിധവകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടത് മൂലം വിധവകളായവർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടതും കാരണം വിധവകളായവർ, അതുപോലെ 7 വർഷമായി ഭർത്താവിനെ കാണാതിരിക്കുന്നത് കൊണ്ട് വിധവകളായവർ, ഇവരെല്ലാം വിധവകൾ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. ഇവരാണ് ഭർത്താവിന് ഇല്ലാത്തതിനെ തുടർന്ന് കുടുംബത്തിൻ്റെ ഭരണം നടത്തുന്നത്, കുടുംബ ചെലവുകൾ നിർവഹിക്കുന്നത്. അതെല്ലാം ചെയ്യുന്ന വിധവകൾക്കാണ് ഇതിൻ്റെ പരിഗണന ലഭിക്കുക. ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയാനും പാടില്ല. കൂടുതൽ വിദ്യാർത്ഥികൾ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് പ്രഥമ പരിഗണന കിട്ടും. മുൻഗണനാ വിഭാഗത്തിൽ ആ കുടുംബം വരും. വിധവകളായിരിക്കണം. അതുപോലെ കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മുൻഗണന ലഭിക്കുകയും ചെയ്യും. വാർഷിക വരുമാനം ഞാൻ സൂചിപ്പിച്ചു, 1 ലക്ഷം രൂപയിൽ അധികരിക്കരുത്. ഇത് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് റേഷൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കാം. ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഏകദേശം രൂപപ്പെട്ട് കഴിഞ്ഞു. അത് പൂർണ്ണമാകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഈ ചാനലിൽ അത് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. ഇത് വീടിൻ്റെ ഫ്ലോറിങ്ങിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മേൽക്കൂര നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാം, ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാം, അഡീഷണൽ ഒരു മുറി വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാം, പ്ലംബിംഗ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് തുടങ്ങിയവയ്ക്കും ഈ തുക ഉപയോഗിക്കാം. ചുരുക്കത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്ന ഏത് കാര്യത്തിനും ഈ തുക ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഒരു വീട് പൂർണ്ണമായി, ഇപ്പോൾ അപൂർണമായി നിൽക്കുന്ന വീടുകളുണ്ടെന്ന് വെക്കുക, ആ വീടുകൾ പൂർണ്ണമായ തോതിൽ സജ്ജീകരിക്കുന്നതിന്, പുതുക്കി പണിയുന്നതിന് ഈ തുക നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 2.5 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുവിധപ്പെട്ട പണികളൊക്കെ ഈ തുക കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം എന്നുള്ളത് കൊണ്ട് എല്ലാ വിഭാഗത്തിനും ഇത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ലൈഫ് മിഷൻ പദ്ധതിയിൽ തന്നെ ഈ പട്ടികജാതി വിഭാഗത്തിന് പ്രത്യേകിച്ച് അവർക്ക് ഒരു ഫണ്ട് വച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ആ ലിസ്റ്റിൽ നിന്നും അവരെ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ട് ആ ഫണ്ട് അവർക്ക് വേഗത്തിൽ കൊടുക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈഫ് മിഷൻ ഉദ്ദേശിച്ച വേഗത അതിനില്ല എന്നുള്ളത് കൊണ്ടാണ് പട്ടികജാതി വികസന വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് അപേക്ഷ കൊടുക്കേണ്ട രീതി, അതിനോടൊപ്പം വെക്കേണ്ട രേഖകളുടെ എല്ലാം പകർപ്പുകൾ എങ്ങനെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം തുടങ്ങിയ വിശദമായ വിവരങ്ങൾ പ്രത്യേകിച്ച് ഒരു എപ്പിസോഡിൽ പിന്നീട് ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെ മാനദണ്ഡങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് എന്നു മുതൽ ആരംഭിക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം കൂടി വരാനുണ്ട്. എന്തായാലും സേഫ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. വകുപ്പ് മന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പദ്ധതി ഏകദേശം നിലവിൽ വന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും ഇതിന് അപേക്ഷിക്കേണ്ട രീതികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം കൂടി ഇനി വരാനുണ്ട്. അതൊരു പ്രത്യേക സർക്കാർ ഉത്തരവായി വരുന്ന മുറയ്ക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഈ ചാനലിൽ തന്നെ നിങ്ങൾ അറിയിക്കും. അതൊരു പ്രത്യേക എപ്പിസോഡായി തന്നെ നിങ്ങൾക്ക് കാണാനും കഴിയും.
അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഹറിബറി ആകേണ്ട കാര്യമില്ല. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ ചാനലിൽ കൂടി തന്നെയുള്ള ഒരു എപ്പിസോഡിൽ നിങ്ങൾക്കിതിൻ്റെ വിശദ വിവരങ്ങൾ വ്യക്തമായും നൽകുന്നുണ്ട്. ഈ ചാനൽ സ്പഷ്ടമായും വ്യക്തമായും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ അറിയിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചാനലാണ്. ഈ ചാനലിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ നല്ല ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു. ഒരു എപ്പിസോഡ് കേട്ടാൽ തന്നെ അതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പ്രത്യേകത. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടികജാതി വികസന ഓഫീസറെ സമീപിച്ചാൽ മതി. ഇപ്പോൾ പട്ടികജാതി വികസന ഓഫീസർ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. പട്ടികജാതി വകുപ്പിലാണ് എങ്കിലും അവരുടെ കർമ്മമണ്ഡലം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഇവിടെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഓഫീസുണ്ടാകും. ഇല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ടാൽ ഇവർ അവിടെ എത്തുന്ന ദിവസം അറിയാൻ കഴിയും. ആ ദിവസങ്ങൾ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൽ നിന്നും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അല്ലെങ്കിൽ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് പോയാലും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്ന് തീർച്ചയായും ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്ന ചാനലാണ് A+ട്യൂബ്. ഇത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി അതിനോടൊപ്പമുള്ള ഒരു ബെൽ ഐക്കൺ, തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ചിത്രമുണ്ട്, അതുകൂടി നിങ്ങൾ ഇനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇടുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് ഗുണപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും എല്ലാ ധനസഹായ പദ്ധതികളെക്കുറിച്ച്, ആനുകൂല്യങ്ങളെക്കുറിച്ച്, നിയമസഹായങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളെക്കുറിച്ച് ഒക്കെയുള്ള വിവരങ്ങൾ ഈ ചാനലിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തീർച്ചയായും മറ്റുള്ളവർക്ക് വേണ്ടി അറിയാൻ ഷെയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റാണ്. ഒരുപാട് പാവപ്പെട്ട ആളുകൾ പത്രം വായിക്കാത്തവരുണ്ട്, വിവരങ്ങൾ അറിയാത്തവരുണ്ട്. അവർക്കെല്ലാം അറിയുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നല്ല കാര്യം കൂടി ചെയ്യാൻ മറന്നു പോകരുതെന്ന് അപേക്ഷ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.